ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് രണ്ട് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്താലോ? ഈ രണ്ട് ഹാമ്പറാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ഹാർട്ട് ഷേപ്പിലുള്ളത് സെറ്റ് ചെയ്യാം. ഇത് വാച്ചും ചോക്ലേറ്റും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഹാമ്പറായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇടയിൽ തെർമോക്കോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഫ്ലവർ അതിൽ കുത്തി വെക്കാൻ വേണ്ടിയിട്ടും. ഞാൻ തെർമോക്കോൾ ഫസ്റ്റത്തെ ഒരു ലെയർ കൊടുത്തിട്ട് ബാക്കിയൊക്കെ അതിന് എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എവിടെയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് അതിന് സെൻറ്ററിലായിട്ട് തന്നെ ഈ വാച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വാച്ചാണ് അതിൽ വെക്കാനുള്ളത്. അവർ എനിക്കൊരു ഹാമ്പറിൻ്റെ മോഡൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സെയിം സാധനം മതി പറഞ്ഞിട്ട്. അപ്പോൾ വാച്ച് ഇത് സെയിം സാധനം തന്നെ കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വാച്ച് വാങ്ങാൻ പോയപ്പോൾ സെയിം സാധനം തന്നെ കിട്ടി. ആ സെയിം കളറിലുള്ള തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വാച്ച് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി സംഭവം. ഇത് കാസിയോൻ്റെ വാച്ചാണ്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഈ കളറ് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്ലാക്ക് വരുന്ന ആരും പിന്നെ ഈ സെയിം തന്നെ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബോക്സിൽ ഒരു തെർമാക്കോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്പോഞ്ചിൻ്റെ അടിയിലായിട്ട്. എന്താണെന്ന് വെച്ചാൽ ബോക്സിൽ വാച്ച് കുറച്ച് താന്നിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ ഞാനത് ഒന്ന് ജസ്റ്റ് ട്രയലായിട്ട് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താന്നിട്ടിരിക്കുന്ന എനിക്കൊരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ അതിങ്ങനെ പൊക്കി വെക്കുമ്പോഴാണ് ഒന്നുകൂടി രസമായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അടിയിലൊരു തെർമാക്കോൾ ഇട്ട് കൊടുത്തത്. ഞാൻ വാച്ച് വെച്ചതിൻ്റെ സൈഡിൽ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ഞാനിങ്ങനെ തെർമാക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫ്ലവർ ആയി കുത്തി വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ 4 ഫ്ലവേഴ്സും അതുപോലെ തന്നെ 3 ഫെറാറോ വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു ഫ്ലവർ അത് കഴിഞ്ഞിട്ടൊരു ഫെറാറോ, അങ്ങനെ ഒരു ഇതായിട്ടാണ് പാറ്റേണിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതെടുത്തിട്ട് ഫെറാറൊക്കെ ഞാൻ ഗ്ലൂ ഗണ്ണായിട്ട് ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫെറാറോൻ്റെ ഇടയിൽ ഒരു ചെറിയ പീസ് തെർമാക്കോളും കൂടെ ഒട്ടിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഫ്ലവറിൻ്റെ ലെവലിലേക്ക് ഇരിക്കുന്ന തെർമാക്കോൾ ഫെറാറോ വെക്കുമ്പോൾ അതൊന്ന് താന്നിട്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ഒരു ഉള്ളിലേക്ക് പോയിട്ട് ആനെ ഇരിക്കണ പോലെ തോന്നി. അപ്പോൾ മറ്റേ ഫ്ലവറിൻ്റെ സെയിം ഹൈറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിയിലാണ് തെർമാക്കോൾ വെച്ചെടുത്തത്. അങ്ങനെ ഫ്ലവറും ചോക്ലേറ്റും അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ പഞ്ച് ഫ്ലവർമെൻ്റ് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഇതുപോലത്തെ പീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുന്നേ നമ്മൾ എൻഗേജ്മെൻറ്റ് ഹാമ്പറിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേബി ബ്രത്ത് ഇല്ലേ, മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ, അതും ഇതിൻ്റെ ഇടയിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ബേബി ബ്രത്ത് വന്നപ്പോഴാണ് അതിനൊരു ഫിനിഷിങ് കിട്ടിയതെന്നാണ്. നോർമൽ ആ ഫ്ലവറും ആ പഞ്ച് ഫ്ലവർ ആയിട്ട് മറ്റേ ലീവ്സ് പോലത്തതും വെച്ച് കൊടുക്കുമ്പോൾ വലിയൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ ആ ബേബി ബ്രത്ത് വെച്ചപ്പോൾ നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നി ആ ഒരു ബോക്സ് തന്നെ. മെയിനായിട്ട് ഫെറാറോൻ്റെ അടുത്ത് ആ ഒരു ബേബി ബ്രത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഫസ്റ്റത്തെ ഹാമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ വാച്ച് അങ്ങനെ തന്നെയാണ് വെച്ചത്, ക്ലോസ് ചെയ്യാണ്ട്. എനിക്ക് വാച്ചിൻ്റെ ബോക്സ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണാളും വൃത്തി തോന്നിയത് ഇങ്ങനെ ക്ലോസ് ചെയ്യാണ്ട് വെക്കണതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ തന്ന ആളോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ വെക്കണ്ട്, ഇങ്ങനെ വെക്കണതാണ് വൃത്തി തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും അങ്ങനെ വെച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുറന്നിട്ട് വെച്ചാൽ മതിയെന്ന്. പിന്നെ മാത്രമല്ല നമ്മൾ വാച്ചിൻ്റെ ബോക്സ് ക്ലോസ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മളെ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഇല്ലേ, അത് അതിൻ്റെ ഒപ്പം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അടുത്ത ഇനി ഈ ഹാമ്പറാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഈ 2 ഹാമ്പറും ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ ഒരു ഫ്രെയിമും അതുപോലെ തന്നെ ചോക്ലേറ്റും ഒരു മിനി ബൊക്കെയാണ് ആഡ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഞാൻ ആദ്യം ഫ്രെയിം കവർ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫോട്ടോ റിവീൽ ചെയ്തെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഫ്രെയിം കാണിച്ചു തരാറുന്നത്. ഫ്രെയിം ഒരു പ്ലെയിൻ റാപ്പിംഗ് ഷീറ്റ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിന്മേൽ ജസ്റ്റ് ഫോർ യു എന്നുള്ള റിബൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റിബണൊക്കെ കിട്ടിയതിന് ശേഷം ബോക്സിൻ്റെ അടിയിലായിട്ട് ഫ്രെയിം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രെയിമിൻ്റെ മേലായിട്ടാണ് നമ്മൾ ചോക്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ഗാലക്സി ചോക്ലേറ്റാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിൽ പിന്നെ ആ ഒരു മിനി ബൊക്കെ വെക്കാനായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എങ്ങനെ വെച്ചാലാണ് അത് സെറ്റായിരിക്കാൻ നോക്കി. അപ്പോൾ എനിക്കത് നേരെ വെച്ചപ്പോൾ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെരിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ ബോക്സ് വാങ്ങുമ്പോൾ ചോക്ലേറ്റും ഫ്രെയിമും കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ബൊക്കെ ഉണ്ടാവും മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബൊക്കെ നേരെ വെച്ചാൽ അതിൽ സെറ്റാവും. പിന്നെ സൈഡിൽ ബാക്കി പോർഷനിലാണ് ചോക്ലേറ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരെ വെച്ചപ്പോൾ ബൊക്കെ അങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് വിചാരിച്ച് ഇങ്ങനെ ചോക്ലേറ്റ് അറേഞ്ച് ചെയ്തിട്ട് ബൊക്കേൻ്റെ ടോപ്പ് പോർഷൻ വരുന്നിടത്ത് ഇങ്ങനെ ചോക്ലേറ്റ് വെക്കാണ്ട് വെച്ചിട്ട് അതവിടെ സെറ്റാക്കിയിട്ട് ബാക്കി കാണുന്ന പോർഷൻസിൽ മാത്രം ചോക്ലേറ്റാണ് ഫില്ല് ചെയ്ത് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ 2 ഹാമ്പറും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.